2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും വലിയ രീതിയിലുള്ള വോട്ട് വർധന യുഡിഎഫിനായില്ലെന്ന് പൊന്നാനിയിലെ സിപിഐഎം സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ. തുടർന്നും പൊന്നാനിയിൽ പൊതുരംഗത്ത് സജീവമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന യുഡിഎഫിന്റെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പൊന്നാനി ഇത്തവണ 4ാം സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രം. വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പ്രാവശ്യം 3ാം സ്ഥാനം എറണാകുളത്താണ്. 2.5 ലക്ഷത്തിലധികം വോട്ടിന് അങ്ങനെ ഇങ്ങോട്ട് മാറി എന്ന് മാത്രമല്ലാതെ കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. വിശദമായ ബൂത്ത് തല ഒരു വിലയിരുത്തലൊക്കെ നോക്കുമ്പോൾ, വോട്ടിന്റെ വിലയിരുത്തലൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള ഒരു വർധനവ് പൊന്നാനിയിലും മലപ്പുറത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സമാധാനിക്കാൻ കഴിയും. കാരണം ചെറിയ വർധന വന്നിട്ടുണ്ടെങ്കിൽ SDPയുടെ വോട്ട് അതിനോട് കൂടിയാണ്. എന്തായാലും ജനവിധി മാനിക്കുന്നു. സമദാനി തന്നേക്കാൾ ആദരണീയനും പണ്ഡിതനുമാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുവെന്നും ഹംസ മാധ്യമങ്ങളോട് പറഞ്ഞു. മലബാറിൽ വലിയൊരു കുത്തൊഴുക്കുണ്ടായി. പല മണ്ഡലങ്ങളിലും യുഡിഎഫിന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി. ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷവും ഉണ്ടെന്ന് കേരളത്തിലെ വോട്ടർമാർ മനസ്സിലാക്കിയില്ല. അങ്ങനെയൊരു തെറ്റിദ്ധാരണയുണ്ടായി. പൊന്നാനിയിൽ ഉൾപ്പെടെ പാർട്ടി വോട്ടുകൾ മുഴുവൻ കിട്ടിയെന്ന് പറയാൻ കഴിയില്ല. കെ.എസ്. ഹംസ പറഞ്ഞു. അവർ പറയുന്നതനുസരിച്ച് 26,000 വോട്ട് അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വോട്ടും കൂടി കൂടുമ്പോൾ അതൊക്കെ കണക്കാക്കുമ്പോൾ ഒരു ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പൊന്നാനി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ജനങ്ങളുടെ ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ ജനാധിപത്യ വിശ്വാസികളൊക്കെ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് അതിനാദ്യം അംഗീകരിക്കേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ തന്നെയാണ്. ബഹുമാനിക്കുന്നു ആ തീരുമാനത്തെ ആദരിക്കുന്നു. ജനാധിപത്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ അഭിമാനിക്കുകയും ഇന്ത്യക്കാരൻ നിലയ്ക്ക് അഭിമാനിക്കുകയും ചെയ്യും. പിന്നെ സമദാനിയോട് പരാജയപ്പെടുന്ന ചർച്ചയ്ക്കൊന്നും ഒരു കാര്യമില്ല. എന്നോട് ചിലർ വിളിച്ച് ചോദിച്ചിരുന്നു. സമദാനി എന്നേക്കാൾ സീനിയറാണ്, എന്നേക്കാൾ പണ്ഡിതനുമാണ്, ആദരണീയനാണ് സമദാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എനിക്കൊരു പിശുക്കുമില്ല. തുടർന്നും പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ മേഖലകളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നിരന്തരം ഇവിടെ ഉണ്ടാവും. CCN മലപ്പുറം.